സോ ഗൈസ്, നമ്മൾ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പറ്റം ജനസമൂഹത്തിന് വേണ്ടി നമ്മുടെ കിലാടി കുമാർ പടച്ചുവിട്ട ഒരു ബോട്ടപരാധം പടത്തിലാണ്. ഇത് ഒരേ സമയം തന്നെ 2 വേർഷനായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതായത് ഒരേ സമയം മൾട്ടിപ്പിൾ അപരാധം. ഇപ്പൊ പടം തുടങ്ങുന്നത് കൊച്ചി ഹാർബറിൽ നിർത്തിയിട്ടിരിക്കുന്ന ഈ കപ്പലില് ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ഗ്രഹണി പിടിച്ച അപ്പാപ്പനെ കാണിച്ചുകൊണ്ടാണ്. ഇയാൾ ഇങ്ങനെ ഈ കപ്പലിനുള്ളിൽ ഫുൾ ഓടിപ്പിച്ച് ഒരു സീരിയൽ കില്ലർ അങ്ങ് തട്ടിക്കളയും. എന്തിനാടാ കൊന്നിട്ട്? സോ ഈ കില്ലർ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡിറ്റക്റ്റീവ് അഡൽറ്റ് ഓൺലി ഫാൻസ് പടമാണ് ഇത്. സിനിമയുടെ ഓരോ വേർഷനും വേറെ വേറെ കില്ലർമാരാണ് ഉള്ളത് ഗൈസ്. സോ ഈ കപ്പലിൽ മയ്യത്തായത് ആരാണെന്ന് വെച്ചാല് ഒരു പൂത്ത പണക്കാരനായ രഞ്ജിത്ത് ഭായ് മരിക്കാൻ കിടക്കുകയാണ്. അയാളുടെ ഡോക്ടറാണ് നേരത്തെ പടം ചെയ്തത്. സോ ഈ പണക്കാരൻ ഇപ്പൊ ചാവും ഇപ്പൊ ജീവിക്കും എന്നുള്ള അവസ്ഥയിൽ കിടക്കുമ്പോ തന്നെ 100ാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നാട്ടിലെ പ്രമുഖന്മാരെ എല്ലാവരെയും വിളിക്കും. എന്നിട്ട് ഇയാള് ശരിക്കും മരിക്കും. അങ്ങനെ കാർന്നൊരു വടിയായതുകൊണ്ട് ഈ സ്വത്തുവകകളൊക്കെ ഇനി ആര് നോക്കി നടത്തുമെന്ന ചർച്ച നടക്കണം. പിന്നെ ഇതൊരു അഡൾട്ട് കോമഡി പടമായതുകൊണ്ട് ഇതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ തൃക്കാവടി പ്രോമാക്സ് ആണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. സോ ഈ ഗ്യാസ് വന്നു മരിച്ച വ്യാധി പുരുഷു സയൻസിന്റെ സഹായത്തോടെ തന്റെ വിൽപത്രം വിളമ്പാൻ ഹോളോഗ്രാം വഴി വരും. ചാവടിയന്ത്രം കഴിഞ്ഞിട്ടും കിളവന്റെ കാമകളിക്ക് ഒരു കുറവ് വന്നിട്ടില്ല. എന്നിട്ട് അങ്ങേര് പറയും ഇയാളുടെ അസറ്റൊക്കെ ഇനി ജോളിക്കുള്ളതാണ്. അയ്യോ, ഈ ചേച്ചിയല്ല, ഇങ്ങേരുടെ ഒരു അവിഹിതത്തിലുണ്ടായ വേറൊരു മോനാണ് ജോളി. അങ്ങനെ വിജയണ്ണൻ വാരിസിൽ വന്ന പോലെ മരിച്ച ഡാഡിയുടെ സ്വത്ത് വാങ്ങാൻ ജോളി എത്തും. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഒരു ജോളിക്ക് പകരം ഒരു ലോഡ് ജോളിമാരാണ് വരുന്നത്. സോ ഇതാണ് ജോളി നമ്പർ 1. ഇതാണ് ജോളി നമ്പർ 2, ബച്ചേട്ടൻ ആൻഡ് ജാക്കി അടത്തി. ആൻഡ് ഫൈനലി നമ്മുടെ കിലാടി ജോളി നമ്പർ 3. അപ്പൊ അവര് പറയും ശരിക്കുള്ള ജോളിയുടെ ബട്ടില് ഒരു പാടുണ്ടെന്ന്. അപ്പൊ ഇവര് ജോളിയാന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ വരട്ടച്ചോറി കാണിക്കും ഗൈസ്. പക്ഷെ എല്ലാവർക്കും ഒരേ പാടുള്ളത് കൊണ്ട് ഡാഡിയുടെ ഗ്യാസ് ജനറ്റിക്കലി കിട്ടിയത് തനിക്കാണെന്നും പറഞ്ഞ് കിലാടി കുമാറും ഫക്രു ചേച്ചിയും ഒരു 10 മിനിറ്റ് അങ്ങനെ ഒന്ന് വെറുപ്പിക്കും. दोनों नौकरी है शाला, हमको गुस्सा मत दिलाओ करेगा और सबके सब दूर निकाल के दोनों फंडे फोड़ेगा. അവസാനം ശരിക്കുള്ള ജോളിനെ പിടിക്കാൻ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി അവർ തീരുമാനിക്കും. അങ്ങനെ DDRCന്ന് റിസൾട്ട് വരാൻ 5 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്യാപ്പിൽ ഇവരൊരു ഡാൻസ് കളിക്കാൻ പോകും. അങ്ങനെ മദ്യത്തിന്റെ മദ്രാശിയുടെ ഇടയിൽ ഇവർ ഏതോ ഒരു നീലവെള്ളം കുടിച്ച് എല്ലാവരുടെയും കിളി പോവും. സോ ഗൈസ്, പിന്നെ നമ്മൾ കാണുന്നത് തെരണ്ടിവാലുള്ള കിലാടിനെയും തോർത്തെടുത്ത് കിടക്കുന്ന ജാക്കി അടത്തിനെയാണ്. അങ്ങനെ കുടിച്ച് മതോന്മത്തരായി ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് പോലും ഓർമ്മയില്ല അത്ര. കിലാടിയുടെ തൂക്കിയിട്ടിരിക്കുന്ന ഗണ്ണ് കണ്ട് പേടിച്ച് ജാക്കി അടത്തി തന്നെ കൊല്ലാതിരുന്ന വേണമെങ്കിൽ എന്ത് അഡ്ജസ്റ്റ്മെന്റും റെഡിയാണെന്ന് പറയും. പക്ഷെ എത്തിക്സ് ഉള്ള കിലാടി നോ പറയും ഗൈസ്. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു, അടിച്ച് കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. അങ്ങനെ ശരിക്കുള്ള ഇവരുടെ പാർട്ട്ണറെ തപ്പി ഇറങ്ങിയപ്പോ അവിടെയും അവിഹിതം. ഇതൊരു കപ്പലാണെങ്കിലും ഇവർ ഇതിനൊരു കളിവീടായിട്ടാണ് കാണുന്നത് ഗൈസ്. ഇനി ബാക്കിയുള്ള റിതേഷ് ഭായിയുടെ കൂടെ മൃണാൾ താക്കൂറിനെ പോലെ ആരെങ്കിലും ആണോ എന്ന് ഓർത്ത് ചെന്നപ്പോണ്ട് മൃണാളിനെ പോലെ ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. ഇനി ഒരു ഫക്രി ചേച്ചിനെയും കൂടി കിട്ടാൻ ബാക്കിയുള്ളത് കൊണ്ട് അവര് അവളെയും കൂടി തപ്പി ഇറങ്ങും. അതിന്റെ ഇടയിൽ മനുഷ്യനെ ഏതാ കിളി ഏതാന്ന് നോക്കാണ്ട് ഒരു വഹ പരാക്രമങ്ങളാണ് നമ്മുടെ കിലാടിയും ഫ്രണ്ട്സും കാണിക്കുക. അങ്ങനെ കിളിനെ WWE മാച്ചിലും തോപ്പിച്ച് എയർ ഫ്രയറിൽ വിട്ട് കിളിഫാമാക്കി. എന്നിട്ട് ഇതിന്റെ ഇടയിലെ ലിവർ ഇളകിയ ജോണിച്ചേട്ടന്റെ വെറുപ്പിക്കൽ വേറെ. അങ്ങനെ ഫക്രി ചേച്ചിനെ അന്വേഷിച്ച് അവര് ബാഗും തപ്പി ഓരോന്ന് പുറത്തെടുത്ത് നോക്കും. അതിന്റെ ഇടയിൽ ധൂം 4ലേക്കുള്ള ബച്ചേട്ടന്റെ റിഹേഴ്സലും കഴിഞ്ഞ് ബാൽക്കണിയിലേക്ക് പോകുമ്പോഴാണ് മ്യൂസിയത്തിലെ കലമന പോലെ ഫക്രി ചേച്ചിനെ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണത് ഇവരെ കണ്ണിപ്പെട്ടത്. അവരെ രക്ഷിച്ച് DDRCന്ന് വന്ന റിസൾട്ട് നോക്കി നിന്നപ്പോഴാണ് സാമ്പിൾ എടുക്കാൻ പോയി നമ്മുടെ പടം തുടങ്ങിയപ്പോ മരിച്ച അപ്പാപ്പനില്ലേ
അങ്ങേര് മോളിൽ ലാൻഡ് ആവുന്നത്. അങ്ങനെ സംശയാസ്പദമായിട്ട് 3 ജോളിമാരെയും കണ്ടതുകൊണ്ട് എല്ലാത്തിനെയും പിടിച്ച് ഷിപ്പിലെ ജയിലിലിടും. അപ്പോഴാണ് അറിയുന്നത് ഇവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിങ്കോൾഫിയാണ്. मेरा बॉयफ्रेंड है അറിയാലോ, കളിവീടാണ്. സോ ശരിക്കും ആ ഡോക്ടർ പാപ്പനെ കൊന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി ജയിലർമാരായിട്ട് സഞ്ജു ബാബയും സീനിയർ കടുവണ്ണനും വരും. അങ്ങനെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട തരുണിമണികൾ മെയിൻ ഡോറിൽ കൂടെ പോണതിന് പകരം കഷ്ടപ്പെട്ട് ഏസിയുടെ വെന്റ് വഴി പോകും. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ സിനിമയുടെ എഴുത്തുകാരൻ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസറും. പിന്നെ സംവിധായകന്റെ പേര് തരുൺ മനസുഖാനി. സോ ഇവരുടെ രണ്ടുപേരുടെ ഓരോ മനസുഖത്തിനും മറ്റു പല സുഖങ്ങൾക്കും വേണ്ടിയിട്ടാണ് അങ്ങേയറ്റം ഒബ്ജക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ, എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിലെ നടിമാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ബാക്ക് ടു ദ സ്റ്റോറി. അങ്ങനെ കിലാഡിയൻ ഗ്യാങ് നമ്മുടെ മിഥുനത്തിലെ ലാലേട്ടനെയും ശ്രീനിവാസനെയും പോലെ ഡെഡ് ബോഡി പാക്ക് ചെയ്ത് ചന്ദാമാമയിലെ ജഗദീനെ പോലെ കൊണ്ടുവന്ന് ലാസ്റ്റ് ഗോഡ് ഫാദറിൽ ശങ്കരാടിയാക്കും. पैसा अपनी जगह होता है जी और फोन से तोड़ दूंगा और तू दे भी चले यहाँ से। ഒരെണ്ണത്തിന് ഒളിപ്പിക്കാൻ കഷ്ടപ്പെടുന്നതിന്റെ ഇടയിൽ അടുത്തൊരു ശവം കൂടി റൂമിലടിയും. അപ്പോഴേക്കും ജയിലർമാരെത്താണ് ഗൈസ്. അങ്ങനെ അന്വേഷണം തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയപ്പോഴേക്കും ടെൻഷൻ അടിച്ച റിതേഷ് ഹോളിവുഡ് സ്റ്റൈലങ്ങ് വേർക്കും. സംശയമൊന്നുമില്ലല്ലോ അല്ലെ. അതുപോലെ ബച്ചേട്ടനും ആട് സ്റ്റൈലിൽ നമ്പർ ഇറക്കും. പിന്നെ കിലാടിയും വന്ന് കുറെ ചളി അടിക്കും. അതിന്റെ ഇടയിൽ ലിവർ ജോണി സോനാബാത്ത് ആണെന്ന് പറഞ്ഞിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നിടത്ത് ഇരുന്ന് പുഴുങ്ങും. ഇതൊക്കെയാണ് ഈ സിനിമയിലെ കോമഡി. എന്നിട്ട് പോലീസുകാർ കണ്ടുപിടിക്കുകയാണ് കില്ലർ ദേ ഈ മാമനാണെന്ന്. അതിന്റെ കാരണം അങ്ങേരുടെ ഹീറോ പേന ഡെഡ് ബോഡിയുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ്. ഇവൻ ഇന്നസെന്റ് ആണെന്നും പറഞ്ഞ് അന്വേഷണത്തിന് അങ്ങ് CBI ആളെ കൊണ്ടുവന്നോ എന്ന് പറയും. ഇതിന്റെ ഇടയ്ക്ക് ഒരു ബന്ധുവില്ലാണ്ട് കുറെ കുരങ്ങന്മാര് വന്നിട്ട് നമ്മുടെ കിലാടിയായിട്ടൊരു വൈൽഡ് ഫൈറ്റ്. അങ്ങനെ CBI വരുന്നതിന് മുന്നേ കിട്ടുന്ന ഒരു ബ്രേക്കിന് അടുത്തൊരു സോങ് ലാൽപറി. അങ്ങനെ കപ്പലിൽ ലോഡ് ഷെഡിംഗ് ആയ സമയം നോക്കിയിട്ട് അടുത്ത കൊലപാതകം കൂടി അരങ്ങേറാണ് അവിടെ. മീൻവെൽ CBIക്ക് പകരം നേരെ അങ്ങ് ഇന്റർപോളിൽ നിന്ന് ഈ കൊലപാതകം നടത്തിയത് ആരാന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നാനാജി വരും. പുള്ളിക്കാരൻ ഇങ്ങനെ നേരെ വന്നിട്ട് ഇന്ത്യസ് ഗോട്ട് ടാലന്റ് കളിക്കും. അങ്ങനെ ഈ നടിമാരെ കുറച്ചും കൂടി മുതലാക്കാൻ വേണ്ടി ഓരോരോ വെറൈറ്റി ക്യാമറ ആംഗിളാണ് ഡയറക്ടർ പിടിച്ചിട്ടുള്ളത്. അയ്യന്റെ മോനെ, നീലക്കൂയിൽ വരെ തോറ്റു. അങ്ങനെ ഈ കലാപരിപാടിക്ക് ശേഷം നാനാജിനെ കൊല്ലാൻ യഥാർത്ഥ മുഖംമൂടി വരികയാണ് കേസ്. അത് മറ്റാരുമല്ല, നേരത്തെ ഓവറാക്ട് ചെയ്ത ഇവൻ തന്നെ. പാർട്ട് എയിൽ ഇവനാണ് കില്ലറെങ്കിൽ പാർട്ട് ബിയിൽ മറ്റേ ഈ പെണ്ണാണ് കില്ലർ. ആകെ ഈ ഒരു വ്യത്യാസത്തിനാണ് അവര് 2 പടം ഇറക്കിയ ആൾക്കാരെ പറ്റിച്ചത്. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഈ കില്ലർ ഒറ്റയ്ക്കല്ലായിരുന്നു ഗൈസ്. യഥാർത്ഥ കില്ലർ ആയിരുന്നു നമ്മുടെ OG ബച്ചേട്ടൻ. സോ ഈ ബച്ചേട്ടൻ ഇവരുടെ ഒപ്പം പ്ലാൻ ചെയ്ത് ജോളിയായിട്ട് അഭിനയിച്ച് സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വന്ന ടിപ്പിക്കൽ ബോളിവുഡ് വില്ലനാണ്. എടാ, ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും നിങ്ങൾ പിന്നെ സോ ഈ പടം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഒരു പിടിയില്ലാണ്ടിരിക്കുന്ന ഡയറക്ടർ നേരെ പ്രിയദർശനെ വിളിച്ചു ചോദിച്ചു. പുള്ളിയാണെങ്കിൽ വെട്ടത്തിന്റെ DVD അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് തൽക്കാലം ഇതേ ഉള്ളൂ, ഇത് വെച്ച് എന്തെങ്കിലും പണിക്കോന്ന്. അങ്ങനെ വെട്ടത്തിന്റെ ഗോഡൌൺ ഫൈറ്റിൽ കുറച്ച് ബോളിവുഡ് മസാലയൊക്കെ ഇട്ട് ഇവർ ക്ലൈമാക്സ് അങ്ങോട്ട് പണി അവസാനിപ്പിക്കും. അപ്പോഴേക്കും യഥാർത്ഥ ജോളിയായിട്ട് ബോബി ഡിയോൾ ബായ് വന്നിട്ട് എല്ലാവർക്കും മാപ്പ് കൊടുക്കും. എന്നിട്ട് ഈ കപ്പലും പൈസയും എല്ലാം വീതിച്ചെടുത്തോളം പറയും. മഹാനെ, അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും, ഞാൻ പൊട്ടനാ?